ആഹാരത്തിലൂടെ ആരോഗ്യം എന്നതാണ് സ്വാമിയുടെ നയം. വലിയ വലിയ ആൾക്കാരാ വന്ന് കഴിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലേ സാറേ? ഓ, സലീമിന്റെ ഇഷ്ടം പോലെ. കുറച്ച് നാളായി അവിടുന്ന് ആഹാരം കഴിക്കണമെന്നൊരാഗ്രഹം. ഇതെന്താ പേരുകളാ? ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാന്നാ, വെജിറ്റബിൾ ഫുഡ് കഴിക്കാന്നല്ല. വലിയ ചതിയായിപ്പോയി സാറേ. മുരിങ്ങയ്ക്കും പച്ചയ്ക്ക് അടിക്കുന്നതാണ് ആർട്ട് ഓഫ് ഈറ്റിംഗ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ചിലപ്പോ ഇത് നന്നായിരിക്കും. മക്കളെ, ഹിമാലയ സാനുക്കളില് ബലഭൂയിഷ്ടമായ മണ്ണിൽ വളർന്ന സ്വാദിഷ്ടമായ പച്ചക്കറികൾ, സാക്ഷാൽ കൈലാസേശ്വരൻ തപസ്സു ചെയ്ത ദിവ്യഭൂവിനടുത്തുള്ള വാഴത്തോപ്പിലെ കദളി വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത ഇലക്കീറിൽ കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ചിന്നസായി ആർട്ട് ഓഫ് ഈറ്റിംഗിന്റെ ആദ്യ പ്രത്യേകതയും അതാണ്. സ്വാമി, ഒരു സംശയം. ഹിമാലയ സാനുക്കളിൽ മുഴുവൻ മഞ്ഞല്ലേ, അവിടെ പച്ചക്കറികൾ വളരുവോ? കൈലാസേശ്വരൻ തപസ് ചെയ്ത ദിവ്യഭൂവിനടുത്ത് വാഴത്തോപ്പുണ്ടെന്നോ? അവന്റെ ഒരു കോപ്പിലെ സംശയം. പിന്നെ ദൂരീകരിച്ച് തന്നാലും മതി. ദൂരീകരിക്കാനല്ല, നിന്നെ ദൂരെ കോടിക്കും. മിണ്ടാതിട പുല്ലേ. ഭോജന പ്രക്രിയ ആരംഭിക്കാം. മകനെ, ആ ദിവ്യ സാമ്പാറും ഭക്ത അവിയലും ഇങ്ങോട്ട് എടുത്തുകൊള്ളുക. എടുക്കുക. ഭക്തർക്ക് നേരിട്ട് ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു, അതാണ് ഈ ചിന്നസ്വായി. ജയ് ജയ് ചിന്നസ്വാമി, ജയ് ജയ് ചിന്നസ്വാമി, ജയ് ജയ് ചിന്നസ്വാമി. സാധാ ഊണോ ചപ്പാത്തിയോ കിട്ടോ സ്വാമി? മൂടാ, വിഡിത്തം പറയാതിരിക്കൂ. ഇത് ശരിയാവില്ല സലീമേ, നമുക്ക് പോവാം. നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോ? അവിടെ ഇനി പച്ചയ്ക്ക് കോഴിയെ കൊണ്ടുവന്ന് എന്നെ ഒന്നും പറയല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട് സ്വാമി. എന്താ മകനെ? അല്ല, ആഹാരം കഴിക്കാതെ തിരിച്ചു പോകുമ്പോ നമ്മൾ തന്ന കാശ് തിരിച്ചു തരുമോ? തരില്ല മകനെ. ഒരു സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും വിളമ്പി വെച്ചിട്ട് 250 രൂപ വേണമില്ലേ? തന്റെ തലമുടിയിൽ ഇരുത്തി വിടും വാ സ്വാമി. സലീമേ, ദാ വരുന്നു സാർ. അസന്മാർഗികൻ പ്രകൃതി ജീവനത്തിന്റെ ഗുണമ